കൊല്ലം ശാസ്താംകോട്ടയിൽ എയ്ഡഡ് സ്കൂളിൽ ചേരാനെത്തിയ ദർസിലേതുൾപ്പെടെയുള്ള മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയില്ല എന്ന് പരാതി. ഡോക്ടർ സിറ്റി ഈപ്പൻ മെമ്മോറിയൽ RHSലെ പ്രധാനാധ്യാപികയ്ക്കെതിരെയാണ് പരാതി. വെള്ളവസ്ത്രവും തലപ്പാവും ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ പഠിപ്പിക്കാനാകില്ല എന്ന് ഹെഡ് മിസ്ട്രസ് പറഞ്ഞതായി രക്ഷിതാക്കളും അധ്യാപകരും PTA വൈസ് പ്രസിഡന്റും പറയുന്നു. വിളിച്ച് ഓരോരുത്തർക്കും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസം വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളിയാഴ്ച എങ്ങാനും മുടങ്ങുമായിരിക്കും ടീച്ചറെ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. 4 കുട്ടികൾ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ മുസ്ലിം കുട്ടികളുള്ളത്. ഇപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഇരിക്കാൻ പേടിയാണ്. കാര്യം അത്രയ്ക്ക് അവർ വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് അന്നത്തെ അവരുടെ പെർഫോമൻസ്. അവരുടെ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങളങ്ങനെ ഈ സ്കൂളിൽ ഈ കുട്ടികളെ വിട്ടിട്ട് ഞങ്ങളങ്ങനെ പോകും മനസ്സമാനത്തോടെ പോകുന്നത്. ഇവരുടെ സംസാരം ഈ രീതിയിലല്ലേ. എന്നെ വിളിച്ചു ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ നല്ല സ്കൂളാന്നുള്ള അഭിപ്രായത്തിൽ അവർ വന്നേ. പക്ഷേ ഇവിടുത്തെ പ്രിൻസിപ്പള് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ് മുകളിൽ പോയി പരാതിപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. പക്ഷേ അവർക്ക് നല്ല വിഷമത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ. ഞാനിപ്പോൾ ഇത് മീഡിയയ്ക്ക് മുന്നിൽ പറയുമ്പോഴും എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പ്രാവശ്യം ഇവർ കാരണം നീ ഒരു സൂയിസൈഡിന് ശ്രമിച്ചതാ, രണ്ടാമതൊന്നുകൂടി ഇതുണ്ടാവരുത്. അത്രയ്ക്കും മാനസിക പീഡനം. ഈ 3 ദിവസം കൊണ്ട് ഈ ടീച്ചർക്ക് കാവലിരിക്കുക എൻ്റെ ജോലി. ഇവർ ഈ ഗ്രൗണ്ട് വിട്ടു പോകത്തില്ല. ഇവർ പറയുന്നത് ഞാൻ ഇവിടെ തന്നെ അവസാനിക്കും. ഇവർ പറയുന്നതാ, ഇവരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ വീട്ടിൽ പോകത്തില്ല. അപ്പോൾ അതിൻ്റെ മോൻ വന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യും ഇവിടെ പഠിക്കുക പ്രീത ടീച്ചറെ, എൻ്റെ അമ്മ നോക്കിക്കോണേ. ലിജോ റോളൻസ് വിശദാംശങ്ങളുമായി. ലിജോ, ഗൗരവതരത്തിലുള്ള ആക്ഷേപവും പരാതികളുമാണ് ഈ പ്രധാനാധ്യാപികക്കെതിരെ ഉയരുന്നത്. അതും വർഗീയ ചുവയോടുകൂടിയുള്ള സംസാരമാണ് ഒരു പ്രധാനാധ്യാപികയുടെ ഭാഗത്തുനിന്ന് വരുന്നത് മനസ്സിലാക്കുന്നു. ദർസിലെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് അവരെന്ത് പ്രയാസമാണ് അവിടെ പറയുന്നത്? ഈ കുട്ടികൾ പിന്നീട് എന്ത് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രധാനാധ്യാപിക ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണോ ഉള്ളത്? സൈഫുദ്ദീൻ, സാക്ഷരത കേരളം ഒരുപക്ഷെ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കൊല്ലം ശാസ്താംകോട്ടയിൽ ജൂൺ മാസം, അതായത് ഈ മാസം 1-ാം തീയതി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായത്. ഈപ്പൻ മെമ്മോറിയൽ RHS എന്ന് പറയുന്നത് 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സ്കൂളാണ്. അവിടെ നിരവധി ആളുകൾ പഠിച്ചു പോയൊരു വിദ്യാലയമാണ്. ഈ വർഷം ആകെ അവിടെയുള്ളത് 63 വിദ്യാർത്ഥികൾ മാത്രമാണ്. തുടർന്ന് അധ്യാപകരൊക്കെ സ്ക്വാഡ് വർക്ക് നടത്തിയാണ് പ്രവേശനോത്സവ ദിവസത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ, അതായത് സ്കൂളിന്റെ ചില അധ്യാപകരുടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരുടെ ജോലി നഷ്ടപ്പെടാതെ ഇത്തരത്തിൽ പ്രവർത്തനം നടത്തി വിദ്യാർത്ഥികളെ കൊണ്ടുവന്നത്. ആ സമയത്താണ് പ്രധാന അധ്യാപികയായിട്ടുള്ള ബെയ്സി ജോർജ് കൃത്യമായി പറയുന്നത് ഇത്തരത്തിൽ ഈ വെള്ള വസ്ത്രവും തലപ്പാവും ധരിച്ചു വരുന്ന വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവരെ കൊണ്ടുവന്ന ദർസിലെ ഭാരവാഹികളോടും രക്ഷിതാക്കളോടുമൊക്കെ അവർ അത്തരത്തിൽ തുറന്നു പറയുകയും ചെയ്തു. ആ സ്കൂളിന്റെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യൂണിഫോം ഉള്ള ഒരു സ്കൂൾ അല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവിടെ വരികയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ പോലും കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞതാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കുമൊക്കെ വഴിവെച്ചിരിക്കുന്നത്. ദർസിലെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ പരാതിയിലേക്ക് പോയില്ലെങ്കിൽ പോലും സ്കൂളിലെ അധ്യാപികയാണ് DEOയ്ക്ക് പരാതി നൽകിയത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അപമാനിച്ച് അയച്ചു എന്നുള്ള രീതിയിൽ പഠനം നിഷേധിച്ചു എന്നുള്ള ഒരു പരാതി നൽകുകയും കൊട്ടാരക്കര DEO ഈ വിഷയം അന്വേഷിക്കുകയും അപ്പോഴേക്കും വിദ്യാർത്ഥികളിൽ പലരുമൊക്കെ അവിടെ നിന്ന് മാറിപ്പോവുകയും ഓൺലൈനായി വന്ന TC അപേക്ഷകളൊക്കെ പ്രധാന അധ്യാപിക അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെ മറ്റ് പല സ്കൂളുകളിലേക്കും ഇന്നലെ ഒരാളെ വിളിച്ചപ്പോഴും അഡ്മിഷന് വേണ്ടി ഒരു സ്കൂളിൽ നിൽക്കുന്നു എന്നാണ് അവർ അത്രത്തോളം ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. പ്രധാന അധ്യാപികയെ നേരിട്ട് കാണാനും ഫോണിൽ ബന്ധപ്പെടാനും ശ്രമിച്ചുവെങ്കിലും അവർ അതിന് തയ്യാറാകുന്നില്ല. പക്ഷേ മാനേജ്മെന്റിനോട് സംസാരിച്ചു. ഓർത്തഡോക്സ് സഭ മാനേജ്മെന്റ് വരുന്ന ഒരു സ്കൂളാണ്. അവരോട് സംസാരിച്ചപ്പോൾ മാനേജ്മെന്റിന് പ്രധാന അധ്യാപകരുടെ നീക്കത്തിൽ വലിയ എതിർപ്പുണ്ട്. ഈ വിഷയം പിന്നീട് അവർ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത്തരത്തിൽ പാടില്ല, ആര് അവിടെ അഡ്മിഷന് വന്നാലും എടുക്കണം, എത്ര ദിവസം വരുന്നില്ല എന്നുള്ളതൊക്കെ മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങളെന്ന രീതിയിലൊരു മറുപടി പ്രധാന അധ്യാപികയ്ക്ക് നൽകുകയും ചെയ്തു. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ പ്രധാന അധ്യാപിക എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ആ പ്രേക്ഷകർക്കുൾപ്പെടെ ഉണ്ടാകും. കാരണം ഇവർക്കെതിരെ നേരത്തെ ഒരു വകുപ്പ് തല നടപടി വന്നിട്ടുണ്ടായിരുന്നു. 2021-23 കാലഘട്ടത്തിൽ വകുപ്പ് തല നടപടി വന്നിട്ടുണ്ടായിരുന്നു. ഈ കഞ്ഞി വിതരണവുമായി ഈ
ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മെനു പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ 2 വർഷം പുറത്തായിരുന്നു. അതിനുശേഷം തിരികെ കയറി പലരോടും പറഞ്ഞിരുന്നു, ഞാനിവിടെ നിന്ന് റിട്ടയർ ആയി പോകുന്ന സമയത്ത് സ്കൂൾ ഇവിടെ ബാക്കി ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ പറയുകയും ഒരു പ്രതികാര മനോഭാവത്തോടുകൂടെ അത് മുതൽ അധ്യാപകരോടും ഒപ്പം അവിടേക്ക് വരുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടൊക്കെ മോശമായ രീതിയിൽ പെരുമാറുകയും ഒരാൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ PT വൈസ് പ്രസിഡന്റ് പറഞ്ഞാണ്, ഒരാൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ പറയുന്നത് ഇവിടെ ടീച്ചർമാർ കൊള്ളില്ല, ഇവിടെ സൗകര്യങ്ങളില്ല, ഉച്ചഭക്ഷണം ഇല്ല എന്നൊക്കെ പറഞ്ഞ് മടക്കി അയക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. DO ഇതിൽ കുറച്ചുകൂടെ ഒരു ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരുന്നു. DD ഉൾപ്പെടെയുള്ളവരെ ഞാൻ ബന്ധപ്പെടുകയും ചെയ്യും. എന്തായാലും മന്ത്രി ഈ കാര്യത്തിൽ ഇടപെടും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യാപികയുടെ ജോലി പോകുമെന്നുള്ള ഒരു പേടി ഉൾപ്പെടെ നിലനിൽക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ നടപടി വേണമെന്നുള്ളത് തന്നെയാണ് PTA-യും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഇതിലിപ്പോൾ ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി പോയാൽ അതിനകത്തൊരു നടപടിയിലേക്കും ആക്ഷനിലേക്കൊക്കെ പോകും. അങ്ങനെ കുട്ടികളുടെ ഭാഗത്തുനിന്നൊരു പരാതി ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തന്നെയെങ്കിലും ഒരു പരാതി പോകാനുള്ള സാധ്യതയുണ്ടാവും. ഞാൻ അക്കാര്യങ്ങളെക്കുറിച്ച് ചില രക്ഷിതാക്കളോട് കഴിഞ്ഞ ദിവസം തന്നെ സംസാരിച്ചിരുന്നു. ദർസിൽ നിന്നെത്തിയ കുട്ടികളുടെ അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ് ഗാർഡിയനായി വരികയും അവരിൽ പലരുടെ അഡ്മിഷന് വേണ്ടി വരികയും ചെയ്തത്. ഒരുപക്ഷെ അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഈ പരാതി നിലവിൽ DOക്ക് നൽകിയത് അവിടുത്തെ ഒരു അധ്യാപികയാണ്. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കുട്ടികൾ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ഈ പരാതിയുമായി പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ വർഗീയ ചുവയോടുകൂടെ സംസാരിച്ചുകൊണ്ട് അഡ്മിഷൻ നിഷേധിച്ചതിന്റെ പേരിൽ പരാതിയുമായി പോയി കഴിഞ്ഞാൽ നടപടിയെടുക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും അവർ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ ഉണ്ടാവുകയില്ല. PTA-യും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ PTA-യുടെ ഭാഗത്ത് നിന്ന് പരാതി നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെ ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്.